എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീഷോയിൽ ഉണ്ടായിട്ടുള്ള ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ ഓക്കെ, പറഞ്ഞാൽ മീഷോയ്ക്ക് ഒരു ലോസിന്റെ സൈഡും കൂടി ഉണ്ട്. കുറച്ച് മെയിൻ ഇഷ്യൂസ് ഉണ്ട്. അത് ഏറ്റവും വലിയ ഇഷ്യൂസ് ആണ്. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആണ്. നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്തു, അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല. മീഷോ റേസ് ചെയ്തു, അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല. ഹലോ ഗായ്സ്, കോട്ടനാണ് കോട്ടനാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്, വേറെ ഒന്നുമില്ല. എന്ന് പിന്നെ നിന്നിട്ട് ഞങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ഇന്ന് ഇരുന്ന് സംസാരിക്കാൻ വിചാരിച്ചു. ഓക്കെ, എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീഷോയിൽ ഉണ്ടായിട്ടുള്ള ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മീഷോ വന്നതിന് ശേഷം നമ്മുടെ സെയില് വളരെ നല്ല പെർസെൻറ്റേജ് ഹൈ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ പോകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മീഷോക്കെ അക്കൗണ്ടിലുള്ള ആൾക്കാർക്ക് അതിലുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. എന്താണ് നമ്മുടെ പ്രശ്നം? മീഷോയിൽ നിന്നുള്ള പ്രത്യേകിച്ചുള്ള പ്രശ്നമായിട്ട് നമുക്കില്ല. പിന്നെ നമുക്കുള്ളത് എന്താ വെച്ചാൽ മീഷോയിൽ വരുന്ന ഡെലിവറി പാർട്ട്നേഴ്സിനെ കുറിച്ചുള്ള പ്രശ്നം. അതായത് അവർ കാരണം നമുക്ക് ഓർഡർ ക്യാൻസൽ ആവണോ, ഇപ്പോൾ റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാണ്ടിരിക്കണോ, അങ്ങനെ കുറച്ച് മെയിൻ ഇഷ്യൂസ് ഉണ്ട്. അത് ഏറ്റവും വലിയ ഇഷ്യൂസ് ആണ്. അത് നമ്മളെ ബിസിനസിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആണ്. അല്ലാതെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് വിടുമായിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ നന്നായി ബാധിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു ഓർഡർ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ചെറിയ ഒരു ഓർഡറൊക്കെ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തെങ്കിൽ നമ്മൾ പിന്നെ ഓക്കെ അല്ല നമ്മൾ, പക്ഷെ എന്നാലും ഓക്കെ നമ്മൾ വിട്ടുകളഞ്ഞിരുന്നു. പക്ഷെ നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഓർഡറാണ് തോന്നുന്നു നമ്മൾ ക്യാൻസൽ ആവുന്നത് അല്ലേ ഇവർ കാരണം. അതേപോലെ നമുക്കൊരു റിട്ടേൺ പോലെ കയ്യിലുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. 18-ാം തീയതി വരുന്നത് പറഞ്ഞതാണ്. എനിക്കൊന്നും 19-ാം തീയതി ആയിട്ടുണ്ട്, വന്നിട്ടില്ല. പിന്നെ അതല്ല, ജനുവരി ലാസ്റ്റിൽ എന്തോ റിട്ടേൺ വന്നതാ. പക്ഷെ ഇത്രയും ടൈം എടുക്കും നമ്മൾ വിചാരിച്ചു കേട്ടോ റിട്ടേൺ കിട്ടിയത്. അതെ, എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കൊറിയർ പാർട്ട്നേഴ്സിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 5 കൊറിയർ പാർട്ട്നേഴ്സാണ് നമുക്ക് ഈ മീഷോ അസൈൻ ചെയ്ത് തരിക. ഇതിൽ 5 പേര് നമ്മളാണ് റാങ്ക് ചെയ്യുക. ഇവർ ഫസ്റ്റ് വരണം, ഇവർ ഫ്രീ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളാണ് റാങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ റാങ്ക് ചെയ്ത് നമുക്ക് ഇവരെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കൊറിയർ കമ്പനീസിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഏതോ 1-2 തന്നെയാണ് നമുക്ക് പരിചയം തോന്നുന്ന 2. അപ്പോൾ നമ്മളിങ്ങനെ പരിചയം വെച്ചിട്ടാണ് ചെയ്തത്. അല്ല, ഫസ്റ്റ് അവരെന്നെ ഒരു സെറ്റ് ചെയ്ത് തരും അല്ലേ, ഓട്ടോമാറ്റിക്കലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും റാങ്ക്സ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാന്നേ ഉള്ളൂ. അതെ, ഇപ്പൊ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞ കൊറിയർ പാർട്ട്നറിനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഫസ്റ്റ് സെറ്റാക്കി വന്നിട്ടുള്ളൂ. കാരണം അവർക്കൊക്കെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡെലിവറി ചാർജസ് ആണ് വരിക. 10 രൂപേൻ്റെയും 15 രൂപേൻ്റെയൊക്കെ ചേഞ്ചസ് ഉണ്ടാകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡൽഹി വരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊറിയർ പാർട്ട്നറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അവർ ഡൽഹി വരെ അല്ലല്ലോ അല്ലേ, എക്സ്പ്രസ് ഫ്രീ ആണല്ലോ. അതിനെക്കുറിച്ച് നല്ലത് പറയാനാണെന്ന് ആലോചിക്കുന്നത് ഞാൻ. ഡൽഹി വരെ നമുക്ക് നല്ല സർവീസ് ആട്ടോ, അത് വേറെ പറയണം. ബെസ്റ്റ് സർവീസ്. നമ്മൾ ഇപ്പോൾ ഓർഡർ എടുത്താലും അപ്പോൾ തന്നെ വിളിച്ച് അന്ന് തന്നെ മാക്സിമം അവർ കളക്ട് ചെയ്യാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും കളക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഓക്കെയാണ്, അവരുടെ സർവീസ് ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ എക്സ്പ്രസ് ബി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് അവരാണ് നമുക്ക് മെയിനായിട്ട് ഇഷ്യൂ കൊടുക്കുന്നത് തന്നെ. കാരണം നമുക്ക് ഫസ്റ്റത്തെ ഒരു ഓർഡർ ക്യാൻസലായി, ദെൻ അടുത്ത ദിവസം വേറൊരു ഓർഡറും ക്യാൻസലായി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഓർഡർ ക്യാൻസലായ സമയത്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ നോർമലാണ്. ഇപ്പോൾ എല്ലാവരും മീഷോൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് കൂടുതലാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ക്യാൻസലാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്യാൻസലായതെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്താണ് ഡെലിവറി പാർട്ട്ണർ വന്നിട്ടില്ല. നമുക്ക് 2 ദിവസം 3 ദിവസം പിക്കപ്പിന് വരുന്നില്ല. 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ നോക്കി, വന്നില്ല. നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്തു, അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല. മീഷോ റേസ് ചെയ്തു, അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല. പിന്നെ ഈ പിക്കപ്പിൻ്റെ അതായത് എക്സ്പ്രസ് ബീൻ്റെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ മെയിൽ അയച്ചിരുന്നു, അതിലും കാര്യം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 ഓർഡറല്ല വിചാരിച്ച് നമ്മളൊരു ലാസ്റ്റ് റാങ്ക് ആക്കി വെച്ച് നമ്മളങ്ങനെ ഓക്കെ വിചാരിച്ച് ക്ലോസ് ചെയ്തതായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് റിട്ടേൺ വരണ്ടായിരുന്നു. ഈ റിട്ടേണും അവരുടെ കയ്യിലാണ്, അതും ഇതുവരെ വന്നിട്ടില്ല. ഇന്നിപ്പോൾ 19-ാം തീയതി ആയി, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 20 ദിവസത്തിന് അടുത്തായി. ഈ റിട്ടേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു ലോസുള്ള സാധനമാണ് റിട്ടേൺ. ഞാൻ പറഞ്ഞല്ലോ, മീഷോയ്ക്ക് ഒരു ലോസിൻ്റെ സൈഡും കൂടി ഉണ്ട്. മീഷോൻ്റെ ലോസിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇത് റിട്ടേൺ ആണ്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അത് കസ്റ്റമറിന് ഇഷ്ടമാവാതെ അവർ തിരിച്ചയക്കുന്ന റിട്ടേൺ ആണ് കേട്ടോ. അല്ലാതെ അവർ വാങ്ങിക്കാതിരിക്കുന്നതല്ല. അതായത് കൊറിയർ പോയിട്ട്
അവിടെ സ്ഥലത്തില്ലാതെ തിരിച്ചു വരുന്നതിന് നമ്മളൊന്നും കൊടുക്കണ്ട. പക്ഷെ ഒന്ന് നോർമലി അവർക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് റിട്ടേൺ ഒരു ഫീ കൊടുക്കണം. അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കണം. നോർമൽ ഒരു കൊറിയർ ചാർജ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കാൻ അത്യാവശ്യം ഒരു എമൗണ്ട് വാങ്ങിക്കും. അപ്പോൾ അവരുടെ നമ്മുടെ എമൗണ്ടിന്റെ ഹാഫിന്റെ അത്ര അതെ അതെ നല്ലൊരു എനിക്കറിയില്ല, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കത് വലിയ എമൗണ്ട് ആണ്. കൊറിയർ അയച്ച് ശീലം വന്നിട്ടാണോന്ന് അറിയില്ല. നമുക്ക് കാണുമ്പോൾ അത്രയും ദൂരത്തേക്ക് ആ ചാർജ് വരില്ല നമുക്കറിയാം. അപ്പോൾ ഓരോ കമ്മീഷനൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഓക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ആ ഒരു എമൗണ്ട് നമ്മൾ വെറുതെ കൊടുക്കണം. അത് ആ സാധനം വിറ്റിട്ടുമില്ല, എമൗണ്ട് സെല്ല് ചെയ്ത പൈസ നമുക്ക് കിട്ടില്ലല്ലോ, റിട്ടേൺ ആണല്ലോ. അത് ഇല്ലാണ്ട് നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് റിട്ടേൺ ആയിട്ട് കൊടുക്കണം. അതെ, ആ എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാവും പോവുക. ഈ സാധനം നമ്മുടെ കൈ കിട്ടൂല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയണമെന്ന് വിചാരിച്ചൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ സാധനങ്ങൾ റിട്ടേൺ ഉള്ള സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടേനും അത് നമുക്ക് കിട്ടില്ല. പക്ഷെ അതിന്റെ ഫണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും ചെയ്യും. അത് അവരറിയുന്നില്ല. നമുക്ക് മീഷോയിൽ നമുക്ക് തരാനുണ്ടായത് നമുക്ക് കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാവും. ഇതിന്ന് ഓട്ടോമാറ്റിക്കലി കുറയുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാതിരിക്കാനും പറ്റും. റിട്ടേൺ കിട്ടിയില്ലല്ലോ. സാധാരണ നമ്മളെങ്ങനെ വിചാരിക്കാറ്, അവര് റിട്ടേൺ തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ അതല്ല, മീഷോ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആയി പോകും. അതുകൊണ്ട് ഡെബിറ്റ് ഡെബിറ്റ് പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും ഇല്ല. നമുക്ക് ഇതുവരെ റിട്ടേൺ കിട്ടിയിട്ടുമില്ല. ഇവിടെ തുറക്കുന്നുണ്ട് കാര്യം. ഓക്കെ, അങ്ങനെ പോയി. അപ്പോൾ എമൗണ്ട് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സാധനം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇത് അങ്ങനെ വേണ്ടാന്ന് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആക്കി തോന്നുന്ന ഇൻസ്റ്റഗ്രാമിൽ ആ മെറ്റീരിയൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൽ ഓർഡർ വന്നു. ഇപ്പൊ അത് സ്റ്റോക്ക് ഔട്ടാണ്. സാധാരണ നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പൊ ഈ ഓർഡർ റിട്ടേൺ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കെങ്കിലും അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ അത് കിട്ടണില്ല. ഇപ്പൊ ഇവരോട് വരുന്ന ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ. ഇപ്പൊ ഒരാൾക്കെങ്കിലും നമുക്ക് കൊടുക്കാറുണ്ട് കിട്ടുകയാണെങ്കിൽ. അപ്പൊ അതിന് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അവരുടെ അടുത്തും പെട്ടുപോയി. അപ്പൊ മീഷോ ആണെങ്കിൽ നമുക്ക് വേറൊരു ഇത് എന്താ വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ മാത്രമേ സെല് ചെയ്തോണ്ടില്ലായിരുന്നു. കാരണം നമ്മള് പ്രോപ്പറായിട്ട് ഫോട്ടോസ് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോ മീഷോ ഒരു പ്രോഡക്റ്റ് അതായത് എന്താ മെറ്റീരിയൽ അവരുടെ സെല്ലിനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മെറ്റീരിയലൊക്കെ സോൾഡ് ഔട്ട് ആകാൻ തുടങ്ങി. ഇതും സോൾഡ് ഔട്ട് പോയി. അതായത് രണ്ടിലും ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെയും നമ്മൾ സോൾഡ് ഔട്ട് കൊടുത്തു. അപ്പോൾ നമുക്കത് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരാൾ എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഉണ്ട്. പക്ഷെ ഇതിനും പോലെയല്ല, നമുക്ക് ഒന്നിനും എന്താ ചെയ്യാൻ പറ്റില്ല. ആ സാധനം ഉണ്ട് നമ്മുടെ ചെയ്യുന്ന വരെ പറയുന്നുണ്ട് നമ്മളടുത്ത്. കാരണം എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ അത് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം കഴിയുകയും ചെയ്തു. ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയായിട്ട് ചില സാധനം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പാർട്ടിനോട് പോയി ചോദിക്കുമ്പോൾ അവരെടുത്തും അത് ഉണ്ടാവില്ല. അപ്പോൾ ചിലതുകൾ നമുക്ക് റെയറായിട്ട് നമുക്ക് റീസ്റ്റോക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റെയറായി കിട്ടുന്ന കളറാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളാവും. അപ്പോൾ നമുക്ക് അവരോടൊന്നും കിട്ടില്ല, നമുക്കും കിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് റീസ്റ്റോക്ക് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പറ്റാത്തത് നമുക്ക് കിട്ടാത്തതുണ്ടാവും. ഓക്കെ, നമ്മളെന്തായാലും നോക്കട്ടെ. ഞങ്ങൾ ഇനിയിപ്പോൾ ഫർദറായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ വീണ്ടും നമ്മൾ മെയിലാക്കാൻ പോവാണ്. മെയിലാക്കി ഇരിക്കുകയാണ്. ടിക്കറ്റ് റേസ് ചെയ്യാം. ടിക്കറ്റ് റേസ് ചെയ്യാനേ പറ്റുള്ളൂ. മീഷോയിൽ നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാം അല്ലേ. മീഷോയിൽ ടിക്കറ്റ് റേസ് ചെയ്തിട്ട് ഇനി എക്സ്പ്രസ് ഡീസിൽ നമ്മൾ മെയിലാക്കും. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം അവർക്കൊരു ഓട്ടോ റിപ്ലൈ ഉണ്ട്, അത് വരും. നമ്മളത് വായിക്കുമ്പോൾ ഓക്കെ ഇവരിപ്പോൾ വരും വിചാരിച്ച് വിളിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കും, വിളിക്കില്ല. അപ്പോൾ എന്താ ഇനി എന്താ നമ്മൾ ചെയ്യാന്നുള്ളൊരു ഐഡിയ അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഓഫീസിൽ പോകേണ്ടി വരും. കാരണം ആ സാധനം ഞങ്ങൾ വാങ്ങിയിട്ടേ എടുക്കുള്ളൂ. ആ സാധനം നമുക്ക് വിട്ടുകളേണ്ട കാര്യമില്ല. നമ്മൾ പേയ്മെന്റ് നമ്മൾ അങ്ങോട്ട് ചെയ്തതാ പൈസ ഓൾറെഡി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് വാണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. സോ നമുക്ക് ഇനിയിപ്പോൾ 1 കോടിക്ക് ഞാൻ 5 കോടി കൊടുക്കാൻ തയ്യാറാണ്. എന്റെ 3 കോടി തിരിച്ചു കിട്ടാൻ ഞാൻ 5 കോടി കൊടുക്കാൻ തയ്യാറാണ്. അതേമാതിരി ഞങ്ങൾ മിക്കവാറും അത് പോയി വാങ്ങിക്കും. അതൊക്കെ ഒറ്റപ്പാലത്ത് എവിടെയാണോ ഒരു ഓഫീസ് ഉള്ളത്, ഒറ്റപ്പാലത്തേക്ക് പോകണമെങ്കിൽ തന്നെ വേണം ആ പൈസ, നമ്മൾ കൊടുത്ത പൈസ. അത് പോവും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അത് നടക്കില്ലല്ലോ. നഷ്ടാണ്. ഓക്കെ, ശരിയാണ്, നഷ്ടാണ്. ഞങ്ങൾക്ക് വേണ്ടാതെ തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് മീഷോക്ക് തന്നെ 2-3 വട്ടം ടിക്കറ്റ് റേസ് ചെയ്യേണ്ടി വരും. കാരണം മീഷോയിൽ 1 വട്ടം ടിക്കറ്റ് റേസ് ചെയ്ത് നമുക്കൊരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല.
എനിക്ക് തോന്നുന്നു 2-3 വട്ടം ഒരേ സാധനത്തിന് വെച്ച് ടിക്കറ്റ് റേസ് ചെയ്താലും ശ്രദ്ധിക്കേണ്ടി വരുമായിരിക്കും. മീഷോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഷോന്റെ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയും. കാരണം ഒരു വേറെ ഓപ്ഷൻ ഇല്ല. കസ്റ്റമറിന് ഒരു ഏറ്റവും മെയിൻ കസ്റ്റമറാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഏറ്റവും മെയിൻ കസ്റ്റമറാണ്, സെല്ലറല്ല. അപ്പോൾ ബയറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. സോ അവർ മെയിനായിട്ട് ചെയ്യാൻ എന്താ പോകുന്നത് വെച്ചാൽ അവർ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് അറിയില്ല, അവരുടെ സൈഡിൽ നിന്ന് അറിയില്ല, ക്യാൻസൽ ആയിട്ടുണ്ടാവും. നമുക്കത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഒരു ഓർഡർ നമ്മൾ പാക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒരു പാക്കിംഗ് മെറ്റീരിയൽ വരെ വേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കൊറിയർ ബാഗ് അങ്ങനെയാണല്ലോ, കൊണ്ടുവച്ച് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്നും വേസ്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ അതിന് പ്രിന്റ് എടുക്കാൻ ഒരു പേപ്പർ വേസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ടൈമൊക്കെ വെച്ച് പാക്ക് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തതും നമ്മൾ അക്കൗണ്ട്സിൽ വരെ കയറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അതിന് ശേഷം ഇത് ക്യാൻസൽ ആവുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് കറക്റ്റ് ചെയ്തിങ്ങനെ വരണം. ഇത് വന്നാൽ കുഴപ്പമൊന്നുമില്ല, അതല്ല പക്ഷേ എന്തോ അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പ്രസ് ഡീൽസ് ആയിട്ട്? എന്ത് തോന്നുന്നല്ല. ഞാൻ നാളെ ഒരു മീഷോന്റെ ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബ് കണ്ടപ്പോൾ അതിന്റെ താഴെ ഞാൻ അധികം ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഫസ്റ്റ് അറിയാത്തത് നമ്മൾ അവര് ഇത് റാങ്കിങ് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടേ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിച്ചിപ്പോ ലാസ്റ്റ് ആണ് ഇപ്പൊ അവര് കിടക്കുന്നത്. നമ്മളവിടേക്ക് റൂട്ട് ഇല്ലാണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നമ്മളവിടേക്ക് റൂട്ടില്ലാണ്ട് ഓൾറെഡി ഒരു മീഷോന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമ്മളവിടേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഡെലിവറി പാർട്ട്ണറാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് കൊടുക്കാൻ. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനാ ഫസ്റ്റ്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഈ ഭാഗത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുറച്ചുകൂടെ ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ടും ആയിരിക്കാം, അറിയില്ല. എന്നാലും അവരെ നോക്കാൻ പറ്റണ്ടേ? അവര് നോക്കാനോ ഓടിക്കാനൊന്നും പറ്റില്ല. അത് നമുക്ക് മെയിൽ അയക്കാനേ പറ്റുള്ളൂ. മെയിൽ ഐ ഡി ഉണ്ട്, അത് ഓട്ടോമാറ്റിക് റിപ്ലൈ വരും. നമുക്ക് അവരോടായിട്ട് ഒന്നും സംസാരിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. നോക്കാം. എന്തായാലും നമ്മുടെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. കാരണം ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്. അപ്പോൾ ബൈ ഗൈസ്.